ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതാ എടുത്തേ? വന്ന മക്കളെല്ലാം പ്രസന്റ് ടൈപ്പ് ചെയ്യണേ. മുത്തച്ഛൻ കഴിഞ്ഞില്ലേ? നമുക്ക് പാഠം കഴിഞ്ഞില്ലേ? ഷോൺ ഉണ്ടായില്ലേ? അതെടുക്കുമ്പോ ONV കുറുപ്പിന്റെ മുത്തച്ഛൻ എന്ന കവിത എടുക്കുമ്പോൾ ഷോൺ ഉണ്ടായിരുന്നോ ക്ലാസ്സിൽ? നോ. ഇജാസ്, how are you? I'm fine, miss. ഓക്കെ, അപ്പൊ ആ കവിത ഒരു പ്രാവശ്യം ഒന്ന് വായിക്കോ. ഷോൺ അന്ന് ക്ലാസ്സിൽ ഉണ്ടായില്ല എന്നാ പറഞ്ഞേ. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആരാ വായിക്കുന്നേ? ശ്രീദേവ് ഒന്ന് വായിച്ചേ, നല്ല ട്യൂണിൽ വായിച്ച മോനെ. എല്ലാവരും ബുക്കിലേക്ക് തന്നെ നോക്കുക. എവിടേക്കു പോകുവാൻ നമ്മെ എവിടേക്കു പോകുവാൻ? പോവാനാണല്ലേ ഉണ്ണി, പോവാനല്ലേ എവിടെയോ ഇവിടെയും മറത്തല്ലെങ്കിലും ഇവിടെ എവിടെയോ നിന്നെന്തോ ചെയ്യുകയാവാം. വെറുതെ ഇരിക്കുവാൻ മുറ്റനാവില്ല, അറിയില്ലേ പണിയൊന്നും ചെയ്തിടാതെ അലവറയിലുണ്ടാവ മുന്നിൽ കരുതിയ കരുതിയുടെ പാകം നോക്കാൻ. ഇനി ഓണത്തിന് ഓണത്തിനെല്ലാരും എത്തുമ്പോൾ ഇളവനും വെള്ളരിയും ഒക്കെ വേണ്ടേ? എവിടേക്കു പോകുവാൻ മുത്തച്ഛൻ നമ്മെ വിട്ടെവിടേക്കു പോവാനാണല്ലേ? ഫെയ്ത്ത് വായിച്ചോനെ. ബാക്കി മിസ് കൂടാ ഒന്ന് ഒപ്പത്തിൽ പാടിയാ മതി. തൊടിയിലെങ്ങാനും പോയി നിൽക്കയാവാം പടവലത്തിൻ പന്തൽ നേരെ കലികൊണ്ട കാറ്റിത്തെടഞ്ഞു വീഴാറായ കദളിത്താൻ ചെറുനെല്ലിൽ കുറുമണി കതിർ പാടത്തു പോയതാ പറയാറില്ലേ മുത്തച്ഛനർക്കു ചെറുനരില്ല ചോറാണേറെ ഇഷ്ടം. എവിടേക്ക് പോകുവാൻ മുത്തച്ഛൻ നമ്മെ വിട്ടെവിടേക്ക് പോകുവാനല്ലേ ഉണ്ണി? അവിടെ കിഴക്കേത്തോട്ടയിൽ പോയി നിൽക്കുവാനും പോയി നിൽക്കയാവാം. നിറവയറാനിൽക്കും നമ്മുടെ പൂവാലിക്കൊരു പിടി വൈക്കോൽ കൈയാൽ നൽകാൻ. ചൊടിയിലും പാടത്തും പണി ചെയ്യുവോരൊത്തു നിൽക്കയാവാം. ഒടുവിലെ കിളിവാലൻ ബാക്കി മാങ്ങയും ഉണ്ണിക്കായി തിരിയുവാൻ മാഞ്ചോട്ടിൽ തന്നെയാവാം. എവിടേക്ക് പോകുവാൻ മുത്തച്ഛൻ നമ്മെ വിട്ടേക്ക് പോവാനാണല്ലേ ഉണ്ണി? മഴ പെയ്ത പുഴ കുത്തി ഒഴുകുന്നതു കാണാൻ പുഴയോരത്തെങ്ങോ പോയി നിൽക്കയാവാം. ഒരു മീനിനെ കുത്തിപ്പാറുന്ന പൊന്മയെ വെറുതെ ശകാരിച്ചു നിൽക്കയാവാം. ഒരു കൊച്ചോ അരിമണി വിതറുന്ന മേളമല്ലേ? അരികിൽ നിന്നാരെ കരയുന്നു മുത്തച്ഛൻ അറിയേണ്ട, വെറുതെ കരഞ്ഞു പോയാൽ ഒരു നാള് ഉണ്ണിയെ കരയിച്ചു മുത്തച്ഛൻ പോകാനാവില്ലല്ലോ. ഒരു നാളും ഉണ്ണിയെ കരയിച്ചു മുത്തച്ഛൻ ഒരിടത്തും പോകുവാനാവില്ലല്ലോ. എന്താ ഇവിടെ പറയുന്നേ? ആരെ കുറിച്ചാ പറയുന്നേ? ഒരു കുട്ടി മുത്തച്ഛനെ ഓർത്ത് സങ്കടപ്പെടുന്നത് അല്ലെ? മുത്തച്ഛനെ അന്വേഷിച്ച് വേവലാതിപ്പെടുമ്പോൾ, കരയുമ്പോൾ അമ്മ സമാധാനിപ്പിക്കുകയാണ്. എന്താ ഷോൺ? ഞാൻ ആ കഥ ഒന്ന് ചുരുക്കി പറയാം, ശ്രദ്ധിക്കണേ.
എന്താ പറയുന്നേ? മുത്തച്ഛൻ നമ്മെ വിട്ട് മോനെ വിട്ട് എവിടെയും പോകില്ല. കാരണം മുത്തച്ഛൻ ആരാ? ഈ വീട്ടിലെ എല്ലാമാണ്. മുത്തച്ഛന് അങ്ങനെ നമ്മളെ വിട്ട് എവിടേക്കും പോകുവാനാവില്ല. ഇവിടെ ഈ ഉമ്മറത്തില്ലെങ്കിലും ഇവിടെ എവിടെയോ ഉണ്ടാകും. ഈ വീട്ടിന്റെ ഉമ്മറത്ത് ആണ് സാധാരണ മുത്തച്ഛന്മാർ ഇരിക്കുക, അല്ലെ? ചാരുകസേരയിലാണ് ഇരിക്കുക. പക്ഷെ ഇവിടെ ഇപ്പൊ ഈ ഉമ്മറത്ത് നീ കാണുന്നില്ലെങ്കിൽ ഉണ്ണി നീ കരയണ്ട. കാരണം എന്താ? ഇവിടെ എവിടെയോ നമ്മുടെ മുത്തച്ഛൻ ഉണ്ട്, അല്ലെ? നിന്നെ തനിച്ചാക്കി എവിടെയും പോകില്ല. വെറുതെ ഇരിക്കാൻ മുത്തച്ഛന് ആകില്ല. പണിയൊന്നും ചെയ്യാതെ മുത്തച്ഛന് ഇരിക്കാനേ പറ്റില്ല, അല്ലെ? ഒരു പണിയില്ലാതെ ഉള്ള ഒരു സമയം മുത്തച്ഛന് ഉണ്ടാവില്ല. ഒന്നുകിൽ എവിടെ ഉണ്ടാകും? കലവറയിൽ ഉണ്ടാവും, അല്ലേ? കലവറയിൽ ഉണ്ടാകും. എന്തിനാ? ഉണ്ണിക്കായ് ഉണ്ണിക്കായ് സൂക്ഷിച്ചു വെച്ച കദളിക്കുല പാകമായോ എന്ന് നോക്കാൻ എവിടെ ഉണ്ടാകും? കലവറയിൽ ഉണ്ടാകും. ഇല്ലെങ്കിലോ എവിടെ ഉണ്ടാകും? ഇനി വരും ഓണത്തിന് എല്ലാവരും എത്തുമ്പോൾ ഇളവനും വെള്ളരിയും ഒക്കെ വേണ്ടല്ലേ? അപ്പോ അതിന്റെ അടുത്തുണ്ടാകും. അതിനെ പരിചരിക്കാനായി വെള്ളരിയൊക്കെ ആയോ, അതിന്റെ തടമൊക്കെ നോക്കാൻ വേണ്ടി അവിടെ ഉണ്ടാവും. മുത്തച്ഛൻ നമ്മെ വിട്ട് എവിടെയും പോവില്ല ഉണ്ണി. തൊടിയിലെങ്ങാനും പോയി നിൽക്കയാവാം. എന്തിനാ? വീണ പടവലത്തിന്റെ പന്തല് നേരെയാക്കാനുണ്ടാവും, അല്ലെ? പന്തല് കണ്ടിട്ടില്ലേ? പടവല അറിയില്ലേ? പടവലത്തിനൊക്കെ പന്തലിട്ടിട്ടുണ്ടാവും. ആ പന്തല് താഴെ വീണിട്ടുണ്ടാവും. ചിലപ്പോ അതിന്റെ എന്താ തൈയൊക്കെ താഴെ കുത്തലോട്ട് ഇങ്ങനെ താഴോട്ട് വളർന്നിട്ടുണ്ടാവും. അതൊക്കെ നേരെ പിടിച്ച് പന്തലിലൊക്കെ ആക്കാൻ പോയിട്ടുണ്ടാകും. മുത്തച്ഛൻ വേറെ എവിടെയും പോകില്ല. കലികൊണ്ട കാറ്റത്തൊടിഞ്ഞു വീഴാറായ കദളിത്തൈ വാഴയ്ക്ക് ഊന്ന് നൽകാൻ ചിലപ്പോ പോയിട്ടുണ്ടാവും, അല്ലെ? വാഴയ്ക്ക് ഊന്ന് നൽകുന്ന കണ്ടിട്ടില്ലേ? കൊലയൊക്കെ ആകാറാവുമ്പോ വാഴ ഒന്ന് നിലം പൊത്താൻ വേണ്ടി പോകും. അപ്പൊ എന്ത് ചെയ്യും? വലിയ എന്തെങ്കിലും അല്ലെ എന്താ വണ്ണമുള്ള എന്തെങ്കിലും മരത്തിന്റെ കഷ്ണം എടുത്ത് നമ്മൾ അതിന് ഊന്നൽ നൽകും, താങ്ങ് കൊടുക്കും, അല്ലെ? അതവിടെ നിലനിൽക്കാൻ വേണ്ടി. അല്ലെങ്കിൽ എവിടെ ഉണ്ടാകും? ചെറുനെല്ലിൻ കുറുമണി കതിർ കൊയ്യാറായോ എന്നറിയുവാൻ എവിടെ ഉണ്ടാകും? പാടത്ത് പോയിട്ടുണ്ടാകും. പറയാറില്ലേ മുത്തച്ഛൻ എന്താ? എല്ലാവർക്കും കുത്തരിച്ചോറാണ് വേണ്ടതെന്ന് എപ്പോഴും പറയാറില്ലേ ഉണ്ണി? അപ്പോ ആ നെല്ല് പാകമായോ എന്നറിയാൻ വേണ്ടി മുത്തച്ഛൻ എവിടെ പോയിട്ടുണ്ടാകും? പാടത്ത് പോയതായിരിക്കും. മുത്തച്ഛൻ വേറെ എവിടെയും പോകില്ല. അല്ലെങ്കിൽ പിന്നെ എവിടെ ഉണ്ടാവും? കിഴക്കേ തൊടിയില് തൊഴുത്തിന്റെ അരികില് പോയി നിൽക്കുന്നുണ്ടാവും. എന്തിനാ? അവിടെ നിറവേറായി നിൽക്കുന്ന നമ്മുടെ പൂവാലിക്ക് ഒരു പിടി വൈക്കോൽ കൊണ്ടു കൊടുക്കാൻ, അല്ലെ? നിറവേറായി നിൽക്കുന്ന പൂവാലി പറഞ്ഞാല്, അല്ലെ, പ്രസവ അടുക്കാറായി നിൽക്കുന്ന നമ്മുടെ പൂവാലി പശുവിന് ഒരു പിടി വൈക്കോൽ കൊടുക്കുവാൻ വേണ്ടി എവിടെ പോയിട്ടുണ്ടാവും? തൊഴുത്തിന്റെ അരികിലെങ്ങാനും പോയി നിൽക്കുന്നുണ്ടാവും. ഇല്ലെങ്കിൽ എവിടെ ഉണ്ടാകും? പകലന്ത്യാം വരെ തൊടിയിലും പാടത്തും പണി ചെയ്യുന്ന ആൾക്കാർ, അല്ലെ? ജോലിക്കാരുടെ കൂടെ സഹായത്തിന് കൂടുന്നുണ്ടാവും. അവർ പണിയെടുക്കുന്നുണ്ടോന്ന് നോക്കാനും അവരെ കൂടെ ഹെൽപ്പ് ചെയ്യാനും അവരുടെ അടുത്ത് നിൽക്കുന്നുണ്ടാകും. ഒടുവില് കിളിവാലൻ മാങ്ങ, അല്ലെ? ആ മാങ്ങയുടെ കീഴിലുണ്ടാവും ഉണ്ണിക്കായി. അത് പെറുക്കി അവിടെ വെക്കുന്നുണ്ടാവും. അവരെ ആർക്കും കൊടുക്കാതെ മാഞ്ചോട്ടിൽ പോയി മാങ്ങ പെറുക്കാൻ വേണ്ടി അവിടെ പോയിട്ടുണ്ടാകും. പിന്നെ എവിടെ പോകുവാനാണ് ഉണ്ണിയും മുത്തച്ഛൻ? വേറെ എവിടെയും പോകില്ല. പിന്നെ അല്ലെങ്കിൽ എവിടെ പോയിട്ടുണ്ടാവും? മഴ പെയ്ത് പുഴ കുത്തി ഒഴുകുന്നത് കാണാൻ വേണ്ടി പുഴയോരത്ത് ചിലപ്പോ പോയിട്ടുണ്ടാകും, അല്ലെ? വേറെ എവിടെയും മുത്തച്ഛന് അതൊക്കെ കണ്ടു നിൽക്കാൻ ഇഷ്ടാണ്, അല്ലെ? പുഴയുടെ അടുത്ത് പോയി നിൽക്കാൻ നല്ല ശാന്തമായ എന്താ അങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ നിൽക്കാൻ നിങ്ങൾക്ക് ഇഷ്ടല്ലേ? ആരുടെയും ഒച്ചപ്പാടൊന്നും ഇല്ലാതെ നല്ല ശാന്തമായ സ്ഥലമാണ്, അല്ലെ? പുഴയോരത്തൊക്കെ പോയി നിന്നാൽ നല്ല രസല്ലേ? നിന്നിട്ടുണ്ടോ? പിന്നെ അല്ലെങ്കിൽ എവിടെ ഉണ്ടാകും? ഒരു മീനിനെ കൊത്തിപ്പാറുന്ന പൊന്മയെ വെറുതെ ശകാരിച്ച് നിൽക്കുന്നുണ്ടാവും, അല്ലെ? മീനിനൊക്കെ കൊത്തി പിടിച്ചുകൊണ്ട് പോകുന്ന പൊന്മാനെയും ശകാരിച്ച് അവിടെ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടാവും. ഇല്ലെങ്കിൽ എവിടെ ഉണ്ടാവും? കൊച്ചരിപ്രാവ് മുറ്റത്ത് വന്നാൽ അതിന്, അല്ലെങ്കിൽ പിന്നെ പ്രാവൊക്കെ മുറ്റത്ത് വന്നു കഴിഞ്ഞാൽ അതിന് അരി വിതറുന്ന മേളമല്ലേ, അല്ലെ? മുത്തശ്ശന്മാർക്ക്, വീട്ടിലുള്ള പ്രായമായവർക്ക് അങ്ങനെ ഒരു ഹോബി ഉണ്ട്. എന്താ? ഏതെങ്കിലും പക്ഷികളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് അരി ഇട്ട് കൊടുക്കും, ഭക്ഷണം കഴിക്കുമ്പോൾ ചോറ് ഇട്ട് കൊടുക്കും, അല്ലെ? അത് അവരുടെ ഒരു സ്നേഹമാണ്. അവർക്ക് അതിന് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു സമാധാനം ഉണ്ടാവൂ, അല്ലേ? അരികിൽ നിന്ന് ആരേ കരയുന്നു മുത്തച്ഛൻ അറിയണ്ട. എവിടെ നിന്നിട്ട് നീ കരയുന്നത് മുത്തച്ഛൻ അറിയണ്ട. മുത്തച്ഛന് ഇതൊന്നും ഇഷ്ടല്ല, അല്ലെ? ഉണ്ണി കരയുന്നതൊന്നും മുത്തച്ഛന് ഇഷ്ടല്ല. അതുകൊണ്ട് നീ ഇവിടെ നിന്ന്
കരയല്ലേ എൻ്റെ ഉണ്ണി, നമ്മളെ തനിച്ചാക്കി ഒരു നാളും ഒരു ദിവസവും എപ്പോഴും മുത്തച്ഛൻ എവിടെയും പോവില്ല എന്നാണ് ആര് പറയുന്നേ ഷോൺ? അമ്മ ഉണ്ണിയോട് പറയുന്നത്. മനസ്സിലായോ? ഇതാണ് ഈ കഥ. ONV കുറുപ്പിന്റെ ഈ ഒരു കവിത നല്ല കവിതയാണ്. നല്ല ഈണത്തില് ചൊല്ലി രസിക്കുക. ഓക്കെ, ഇനി ഇതിന്റെ അഭ്യാസം നോക്കിയേ. താഴെ കൊടുത്തിട്ടുള്ള പദങ്ങളുടെ അർത്ഥം കണ്ടെത്തി അവയെ നിഘണ്ടു മാതൃകയിൽ എഴുതും. നമ്മൾ അഭ്യാസം പറഞ്ഞില്ലല്ലോ, പറഞ്ഞായിരുന്നോ? ഇല്ല. നിങ്ങൾ എല്ലാരും അറ്റൻഡൻസ് മാർക്ക് ചെയ്തോ മക്കളെ? അലൻ ഇല്ല അല്ലേ? ഇവിടെ കുറെ ആള് ആബ്സെന്റ് ആണല്ലോ. അലൻ ജോസഫ് ഉണ്ടോ? ആരാ? അലൻ ഉണ്ടല്ലോ. എന്നിട്ട് എന്താ വീഡിയോ ഓൺ ചെയ്യാത്ത അലൻ? ഇപ്പൊ കയറിയതാണോ? ആൻമരിയ, ദിയ ഇല്ല അല്ലേ? ഫെയ്ത്ത്, ഇജാസ്, ഷോൺ, ശ്രേയില്ല, ശ്രീദേവ്, ജോയലും ഇല്ല അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ അഭ്യാസം പറഞ്ഞില്ലല്ലോ, പറഞ്ഞായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ? ഇല്ല. ഓക്കെ, അപ്പോ ഇതിന്റെ അർത്ഥം കണ്ടെത്തി അവയെ നിഘണ്ടു മാതൃകയിൽ എഴുതുക എന്നാ പറഞ്ഞത്. നിഘണ്ടു എന്താ? നമ്മളെ ഡിക്ഷണറി മോഡൽ. ശ്രീദേവ് എന്താ പറയുന്നേ? ഡിക്ഷണറി മോഡൽ എന്ന് പറഞ്ഞു. മിസ് ചോദിച്ചില്ലേ നിഘണ്ടു എന്താന്ന്? ഉത്തരം പറഞ്ഞു. കേൾക്കുന്നില്ല. മിസ് ചോദിച്ചില്ലേ നിഘണ്ടു എന്താന്ന്? അതിന് ഞാൻ ഉത്തരം പറഞ്ഞാണ്. അലോൺ ജോസഫ് എന്താ ചാറ്റിൽ നിന്നൊക്കെ ഉണ്ടല്ലോ, ഹായ് ഇടായോ? എന്താടാ ക്ലാസ്സിൽ ഇങ്ങനെയൊക്കെയാണോ? സോറി മിസ്, അത് എനിക്ക് എവരിവൺ ആയിപ്പോയി, സോറി. ക്ലാസ്സിൽ ചാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലേ, എന്നിട്ട് ഇങ്ങനെ വല്ലതും മായ്ച്ചു കളഞ്ഞാൽ മതി ഇങ്ങനെ. ഓക്കെ, തൊടിയുടെ അർത്ഥം എന്താ? എന്താ തൊടി എന്ന് പറഞ്ഞ എന്താ ആൻമരിയ? മുറ്റം അല്ലേ? കലി എന്താ ഫെയ്ത്തെ പറഞ്ഞേ? കലിപ്പ്. അല്ല, ദേഷ്യം. ദേഷ്യം. ഓക്കെ, ഊന്ന്? ബലം. ബലം. അതായത് ബലം കൊടുക്കുക അല്ലെ? ഊന്ന് കൊടുക്കുക പറഞ്ഞാൽ എന്താ? താങ്ങ് അല്ലെ? താങ്ങ് കൊടുക്കുക. അതായത് വാഴയ്ക്ക് ഊന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതിനൊരു താങ്ങായിട്ട് താങ്ങ് കൊടുക്കുക. ഓരം? അരിക് അല്ലെ? തീരം, അരിക്. മുത്തച്ഛൻ? വയസ്സായ ആള്. അതായത് അച്ഛന്റെ അച്ഛൻ അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ പറയുന്നേ? ഉമ്മറം? വരാന്ത. യെസ്. പാകം നോക്കുക? തയ്യാറായോ? അതെ തന്നെ. പാകം നോക്കുക മീൻസ് അത് തയ്യാറായോ എന്ന് നോക്കുക അല്ലെ? പാകമായോ, വിളവ് എടുക്കാനായോ എന്ന് നോക്കുക. അടുത്ത് നോക്കിയേ, ശരി ഉത്തരം എഴുതുക. ഇതിൽ ക്വസ്റ്റ്യൻ ആൻസർ ഇല്ല. കാറ്റത്ത് ഒടിഞ്ഞു വീഴാറായ കദളി വാഴയുടെ പ്രായം? അതിൽ ഓപ്ഷൻ ഉണ്ട്. നട്ട ഉടനെയാണോ കദളി വാഴ ഒഴിഞ്ഞു വീഴുന്നേ? നട്ട ഉടനെ ഒഴിഞ്ഞു വീഴുവോ? ഇല്ല. നട്ട് 1 മാസം കഴിഞ്ഞ്, അപ്പോഴും ആകൂല അല്ലേ? 3 മാസം കഴിഞ്ഞ്, കുല വരാറായി നിൽക്കുമ്പോ. അതായിരിക്കൂലേ ശരി ഉത്തരം? കുല വരാറായി നിൽക്കുമ്പോ. രണ്ടാമത്തെ നോക്കിയേ, മുത്തച്ഛൻ പാടത്ത് പോയത് എന്തിനാ മുത്തച്ഛൻ നെല്ല് വിളഞ്ഞോ എന്ന് നോക്കാം. ഏത്? നെല്ല് വിളഞ്ഞോ എന്ന് നോക്കാം. യെസ്, നെല്ല് വിളഞ്ഞോ എന്ന് നോക്കാൻ. ചെറുനെല്ലരി ചോറാണ് ഏറെ ഇഷ്ടം. ആർക്ക്? ഉണ്ണിക്ക്, എല്ലാവർക്കും, മുത്തച്ഛന്, ഓണത്തിന് വരുന്നവർക്ക്? മുത്തച്ഛൻ. എല്ലാവർക്കും അല്ലേ?
ചെറുനെല്ലരിച്ചോറാണ് ഏറെ ഇഷ്ടം എന്ന് മുത്തച്ഛൻ പറഞ്ഞിട്ടില്ലേ എല്ലാവർക്കും? പാഠത്തിൽ പറഞ്ഞിട്ടുള്ള വസ്തുതകൾ വെച്ച് ഉണ്ണി മുത്തച്ഛനെ തിരക്കിയ കാലഘട്ടം ഏതായിരിക്കും? ചിങ്ങം കന്നിയാണോ, തുലാം വൃശ്ചികാണോ, കുംഭം മീനാണോ, മേടം ഇടവമാണോ? ഏതായിരിക്കും? നമ്മൾ ഗസ് ചെയ്യാനാ പറഞ്ഞത്. ഇടവം. ഞാൻ പറയുന്നു മേടം. ശ്രീദേവ് എന്തോ പറയുന്നുണ്ട്, എന്താ? മേടം മിസ്സേ, മേടം ഇടവം. മേടം ഇടവാണോ? കുംഭം മീനം. കുംഭം മീനാണോ? കാരണം എന്താ? ചിങ്ങം കന്നി. യെസ്, അതായിരിക്കും അല്ലേ. കാരണം എന്താ? അടുത്ത ഓണം ഇനി വരും ഓണത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് ചിങ്ങം മാസത്തിലല്ലേ ഓണം ഉണ്ടാകുന്നേ അല്ലേ? അപ്പൊ ചിങ്ങം കന്യായി അല്ലേ ആൻമരിയ? യെസ്, ആൻമരിയ റിബൺ കിട്ടിയില്ല, കെട്ടിയോ? കുഴപ്പമില്ല. മുത്തച്ഛന് കൃഷിയിൽ താല്പര്യമുണ്ടെന്ന് മാത്രമല്ല സഹജീവികളോട് വാത്സല്യവും ഉണ്ട്. ഇതിന് ഒരു ഉദാഹരണം പറയുക. എന്താണ് മുത്തച്ഛന് കൃഷിയിൽ താല്പര്യം? അരിമണി വിതറുന്നു അല്ലേ. മുത്തച്ഛന് കൃഷിയിൽ താല്പര്യമുണ്ടെന്ന് മാത്രമല്ല സഹജീവികളോട് വാത്സല്യമുണ്ട്. അത് പ്രാവിന് അരിമണി വിതറുന്നത്. പിന്നെ എന്താ? ആ മീനിനെ കൊത്തിപ്പാറുന്ന ശകാരിക്കുന്നു. ആ 2 വരിയില്ലേ, അത് നോക്കിയാല് നമ്മൾക്ക് മനസ്സിലാകും സഹജീവികളോട് മുത്തച്ഛന് സ്നേഹമുണ്ടെന്ന്. അടുത്ത് നോക്കിയേ, ഉണ്ണിയോട് മുത്തച്ഛനുള്ള താല്പര്യം വ്യക്തമാക്കുന്ന 3 സന്ദർഭങ്ങൾ പറയുക. ഉണ്ണിയോട് മുത്തച്ഛനുള്ള താല്പര്യം ഏതാ? കവിതയിൽ വർണ്ണിക്കപ്പെട്ടത് നിങ്ങളുടെ മുത്തച്ഛനാണെന്ന് കരുതുക. പാഠത്തിലെ സൂചനകളിൽ നിന്നും മുത്തച്ഛന്റെ പ്രായം, ആരോഗ്യം, കൃഷിയിലുള്ള താല്പര്യം, കുടുംബസ്നേഹം, ജീവകാരുണ്യം, പേരക്കിടാവിനോടുള്ള വാത്സല്യം, അധ്വാനശീലം എന്നിവ കണ്ടെത്തി മുത്തച്ഛന്റെ വേർപാടിൽ നിങ്ങൾക്കുള്ള ദുഃഖം സൂചിപ്പിച്ചുകൊണ്ട് കൂട്ടുകാരന് ഒരു കത്തെഴുതുക. ആ ഉണ്ണിയോട് മുത്തച്ഛനുള്ള താല്പര്യം സൂചിപ്പിക്കുന്ന 3 സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞേ? കലവറയിൽ ഉണ്ടാവാം ഉണ്ണിക്കായി കരുതിയ കദളിക്കുലയുടെ കദളിവാഴ, അത് ഉണ്ണിക്കായി തന്നെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് അല്ലേ. അത് ഉണ്ണിയോടുള്ള സ്നേഹം പറയുന്നുണ്ട്. പിന്നെ എന്താ? പിന്നെ ഒടുവിലെ കിളിവാലൻ മാങ്ങയും ഉണ്ണിക്കായി തിരിയുവാൻ. യെസ്, അതന്നെ. മാങ്ങയും ഉണ്ണിക്കായി മാഞ്ചോട്ടിൽ നിന്ന് മാങ്ങയും ഉണ്ണിക്കായി. അരികിൽ നിന്നാരോ കരയുന്നു, മുത്തച്ഛൻ അറിയാണ്ട വെറുതെ കരഞ്ഞു പോയാൽ ഒരു നാൾ. അതെ, ഇതൊക്കെ ഉണ്ണിയോടുള്ള സ്നേഹമാണ്. മുത്തച്ഛന് ഉണ്ണിയോടുള്ള കരുതൽ സ്നേഹം കാണിക്കുന്ന വരികളാണ് അല്ലേ. പിന്നെ അതിന്റെ താഴെ എഴുതിയ ഗണി വായിച്ചു നോക്കിയേ. കവിതയിൽ വർണ്ണിക്കപ്പെട്ടത് നിങ്ങളുടെ മുത്തച്ഛനാണെന്ന് കരുതുക അല്ലേ. പാഠത്തിലെ സൂചനകളിൽ നിന്ന് മുത്തച്ഛന്റെ പ്രായം ഏകദേശം എത്ര പ്രായം ഉണ്ടാവും നമുക്ക് ഊഹിച്ചൂടെ? ആരോഗ്യം, കൃഷിയിലുള്ള താല്പര്യം, കുടുംബ സ്നേഹം, ജീവകാരുണ്യം, പേരക്കിടാവിനോടുള്ള വാത്സല്യം, അധ്വാനശീലം എന്നിവ കണ്ടെത്തി മുത്തച്ഛന്റെ വേർപാടിൽ നിങ്ങൾക്കുള്ള ദുഃഖം സൂചിപ്പിച്ചുകൊണ്ട് കൂട്ടുകാരന് ഒരു കത്തെഴുതുക എന്നാ പറയുന്നു. എഴുതാൻ പറ്റൂലേ ആൻമരിയ? നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് ഒരു കത്ത് എഴുതുന്ന മാതിരി. എങ്ങനെ? എൻ്റെ മുത്തച്ഛൻ ഇങ്ങനെ എന്താ എന്നെ വിട്ടുപോയി അല്ലേ, ഇത്ര പ്രായമായിരുന്നു, ഇങ്ങനെയുള്ള കുടുംബസ്നേഹിയായിരുന്നു, എന്നെ. ശ്രീദേവി ചിരിക്കുകയാണോ? ഒന്ന് ശ്രമിക്കുക. മനസ്സിലായി? ഇതിൽ ക്വസ്റ്റ്യൻ ആൻസർ ഇല്ല ഈ പാഠത്തില്. ഇതില് മെയിനായിട്ട് ആ കവിതയുടെ മീനിങ് അത്രയും എന്താ നല്ലൊരു കവിതയല്ലേ, മനസ്സിനെ വല്ലാണ്ട് ഹേർട്ട് ചെയ്യുന്ന ഒരു കവിത അല്ലേ. ഈ പാഠത്തിലെ ആശയങ്ങൾ ചെറു ചോദ്യങ്ങളാക്കി മാറ്റി ഒരു ചോദ്യോത്തര പയറ്റ് നടത്തുക. അതാണ് ഇതിൽ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടില്ല. അപ്പോ ഇത് നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി ആൻസറും പറഞ്ഞ് ഒരു ചോദ്യോത്തര പയറ്റ് നടത്തുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ, ഗേൾസും ബോയ്സും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ ചോദിച്ച് ചെയ്യുക. അത് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സിലായിരുന്നു നമ്മൾ ചെയ്യേണ്ടതായിരുന്നു. അപ്പൊ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കി ഉത്തരം നിങ്ങൾക്ക് തന്നെ ഒന്ന് ശ്രമിച്ചാൽ അതും കൂടെ ഒന്ന് ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, ഒന്ന് ശ്രമിക്കൂലേ? ചെയ്യോ? യെസ്. വൈലോപ്പിള്ളിയുടെ മാമ്പഴം
ONV കൊച്ചു ദുഃഖം, കുഞ്ഞെടുത്തി, വയലാറിന്റെ ആത്മാവിൽ ഒരു ചിത എന്നീ കവിതകൾ വായിച്ച് സ്വന്തമായി ഒരു കഥ എഴുതി ഉണ്ടാക്കുക. വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്ന കവിത വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? അതും ഇതുപോലെ ഭയങ്കര ഹേർട്ടച്ചായ ഒരു കവിതയാണ്. പിന്നെ എന്താ, മിസ്സൊക്കെ പഠിക്കുമ്പം സിക്സ്ത്തിലോ സെവൻത്തിലോ ഒന്നും എനിക്ക് ഓർമ്മ, അത് രണ്ടിൽ ഏതോ ഒരു ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. ഇപ്പം വിദ്യാഭ്യാസമൊക്കെ മാറിയില്ലേ, അപ്പൊ അതൊക്കെ എടുത്തു കളഞ്ഞു. നല്ല ഒരു കവിതയായിരുന്നു. എവിടെന്നെങ്കിലും വായിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ എടുത്ത് വായിക്കുക, അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താലും കിട്ടും. ഇപ്പൊ അതാണല്ലോ മെയിൻ ആയിട്ട്. അടുത്ത് ലൈബ്രറി ഉണ്ടെങ്കിൽ എടുത്ത് വായിക്കുക. പുസ്തകം എടുത്ത് വായിക്കുന്നതാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണം. ആൻമേരി, അടുത്ത് എവിടെയെങ്കിലും ലൈബ്രറി ഉണ്ടോ മോളെ? ഇല്ല. ഒന്ന് ശ്രമിച്ചു നോക്കുക. ലാസ്റ്റ് വൺ നോക്കിയേ. മുത്തച്ഛനിലെ ആദ്യത്തെ 4 വരി. എങ്ങോട്ട് പോകുവാൻ മുത്തച്ഛൻ നമ്മെ, അതായത് എവിടേക്കു പോകുവാൻ മുത്തച്ഛൻ നമ്മെ വിട്ടെവിടേക്കു പോവാനാണല്ലേ ഉണ്ണി എന്നാ വരി എങ്ങോട്ട് പോകുവാൻ മുത്തച്ഛൻ നമ്മെ വിട്ടെങ്ങോട്ട് പോവാനാണല്ലേ ഉണ്ണി എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അടുത്ത വരി നോക്കിയേ. ഇവിടെ ഈ ഉമ്മറത്തില്ലെങ്കിലും ഇവിടെ എവിടെയോ നിന്നെന്തോ ചെയ്യുകയാവാം എന്നുള്ളത് എങ്ങനെ എഴുതിയിട്ടില്ലേ? ഇങ്ങു മുത്തച്ഛൻ ഈ ഉമ്മറത്തില്ലേലും അങ്ങെങ്ങോ നിന്നെന്തോ ചെയ്യുകയാവാം. അതായത് അർത്ഥം മാറ്റാതെ അവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ മാറ്റി എഴുതി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ മാറ്റി ചൊല്ലി നോക്കിയാൽ നിങ്ങൾ പഠിച്ച മഴക്കാലം എന്ന കവിതയുടെ മട്ടിൽ ചൊല്ലാൻ കഴിയും. നിങ്ങൾ അങ്ങനെ ഒരു കവിത പഠിച്ചിട്ടുണ്ടോ? മഴക്കാലം 8th പഠിച്ചിട്ടുണ്ടോ? ഇല്ല. 7th പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ചിലപ്പോ ബുക്ക് മാറിയിട്ടുണ്ടാവും അല്ലേ? അപ്പൊ അതൊന്ന് പറയാനേ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ കാര്യമായിട്ടുള്ളത് ഏതാ? ഇപ്പൊ ഞാൻ പറഞ്ഞേ എന്താ, ചോദ്യോത്തര പയറ്റ്. അതൊന്ന് ഒരു 3-4 ചോദ്യങ്ങൾ ഉണ്ടാക്കി അതിന്റെ ആൻസർ ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങൾ ചാറ്റി കളിക്കുകയാണോ? അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരും സ്മൈലാണല്ലോ. പേഴ്സണലായിട്ട് ചാറ്റുന്നുണ്ടോ? പിന്നെ എല്ലാവർക്കും എന്തൊരു പുഞ്ചിരി. അലൻ, അപ്പൊ ഈ പാഠത്തിൽ ഇത്രയേ ഉള്ളൂ. ഈ പാഠം കംപ്ലീറ്റ് ആയി. ഇതിന്റെ വർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നല്ലേ ഉള്ളൂ. ഇത് ചെയ്യണം. ചെയ്തിട്ട് മിസ്സിനെ സെൻഡ് ചെയ്ത് തരികയും വേണം. ചെയ്യാൻ പറ്റാത്തവർ പറഞ്ഞാൽ മതി, അത് ഞാൻ സഹായിക്കാം. ഓക്കെ, അത് കാര്യമായിട്ട് ചോദ്യോത്തര പയറ്റേ ഉള്ളൂ. പിന്നെ ഈ എന്താ, ഇത് ടെക്സ്റ്റിൽ തന്നെ ടിക്ക് ചെയ്താൽ മതി. രണ്ടാമത്തെ ശരി ഉത്തരം എഴുതുക എന്നുള്ളത് അവിടെ തന്നെ ടിക്ക് ചെയ്താൽ മതി. പിന്നെ ആ ലെറ്റർ എഴുതുന്നത് അതും ഒന്ന് ശ്രമിച്ചു നോക്കുക. നോട്ട്ബുക്കിൽ ഒന്ന് എഴുതുക. നിങ്ങളുടെ ഭാവനയിൽ നിങ്ങളുടേതായ ശൈലിയിൽ എഴുതുക. ഓക്കെ, ഇപ്പൊ ഞാൻ എഴുതി തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതന്നെ ബൈഹാർട്ട് പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഭാവനയിൽ നിന്ന് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ എഴുതുക. മനസ്സിലായോ? ഓക്കെ, നമുക്കെന്നാ നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങി വെച്ചൂടെ? ഓക്കെ, ആരോ റെഡി? ശ്രീദേവ്, എന്തിനാ നീ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നേ? അല്ല, അത് മനസ്സിലായി. എന്താ ഇത്ര സന്തോഷം? എന്താ? എല്ലാരും സന്തോഷവാന്മാരെ ഇരിക്കണം, നല്ല തന്നെ. എന്നാലും ഇടക്കിടക്ക് ചിരിക്കുന്ന എന്താന്ന് ചോദിച്ചേ. പാഠം 11 നോക്കിയേ. മുൻവിധി ഒഴിവാക്കുക. എന്താ മുൻവിധി എന്ന് പറഞ്ഞാല്? ഒന്ന് പറഞ്ഞേ, അലൻ പറഞ്ഞേ, എന്താ മുൻവിധി? നേരത്തെ നമ്മളെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന വിധി. നമുക്ക് ഒരു അപകടം വരുമ്പോൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. അപകടം പറ്റിയാല് അത് നമ്മൾ ഒഴിവാക്കുക. മിസ്സേ, നേരത്തെ നമുക്കൊരു അപകടം ഒക്കെ വരുമെന്ന് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. അപകടം വരുമെന്ന് നേരത്തെ എഴുതി വെക്കുന്നതോ? അത് വിധി, അത് നമ്മുടെ വിധി എന്ന് നമ്മൾ പറയുന്നത് അല്ലെ. അത് ഗോഡ് എഴുതി വെക്കുന്നത് അല്ലെ. നമ്മളത് പറയുന്നത് ദൈവം നേരത്തെ തന്നെ നമ്മുടെ കാര്യങ്ങൾ ഓരോന്നും തീരുമാനിച്ചിട്ടുണ്ടാകും, അതുപോലെയാണ് സംഭവിക്കുന്നതെന്ന് അല്ലേ.
ഇവിടെ മുൻവിധി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ? അലൻ എവിടെ നോക്കുന്നേ? ബുക്കിലേക്ക് തന്നെയാണോ നോക്കുന്നേ? ടെക്സ്റ്റ് ബുക്ക് എവിടെയാ ഉള്ളത്? ആ ഒരു ഏരിയയിൽ തന്നെ അല്ലേ? ഓക്കെ. അല്ല നീ ഇങ്ങനെ എന്താ വളഞ്ഞിരിക്കും പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. നമുക്ക് നോക്കാം. ഒരുവൻ കള്ളനാണോ നിരപരാധിയാണോ എന്ന് എങ്ങനെയാണ് നിശ്ചയിക്കുക? നമ്മോട് ചോദിക്കുന്നതാണ് അല്ലേ. ഒരാള് കള്ളനാണോ നിരപരാധിയാണോ എന്ന് എങ്ങനെയാണ് നിശ്ചയിക്കുക? തെളിവുകളുടെയും പശ്ചാത്തലത്തിന്റെയും മറ്റും അടിസ്ഥാനത്തിലാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. ഇപ്പോ പോലീസ് കേസ് എടുക്കുമ്പോഴൊക്കെ ഒരാൾ കള്ളനാണോ കൊലപാതകിയാണോ തെറ്റുകാരനാണോ എന്നൊക്കെ എങ്ങനെയാ കണ്ടുപിടിക്കുന്നേ? തെളിവ് അല്ലേ. എങ്ങനെയാണ്? തെളിവും അതിന്റെ ബാക്കിലുള്ള സാക്ഷികൾ അല്ലേ. ഇന്നാള് ഇന്നത് ചെയ്യുമ്പോ ഇന്നാള് കണ്ടുവോ? അതിന് തെളിവ് വേണം അല്ലേ. അത് ആരെങ്കിലും കണ്ടതായ ഒരു തെളിവ് വേണം, ഒരു സാക്ഷി വേണം അല്ലേ. അങ്ങനെയാണ് ഒരാൾ കള്ളനാണോ നിരപരാധിയാണോ എന്ന് നമ്മൾ നിശ്ചയിക്കുന്നത് അല്ലേ. ഒരുവൻ കള്ളനാണോ നിരപരാധിയാണോ എന്ന് എങ്ങനെയാണ് നിശ്ചയിക്കുക? തെളിവുകളുടെയും പശ്ചാത്തലത്തിന്റെയും മറ്റും അടിസ്ഥാനത്തിലാണെന്ന് നിങ്ങൾക്കറിയാം. ഇവയൊന്നും കണക്കിലെടുക്കാതെ ഒരു വിധി പാസാക്കിയാലോ? തെളിവുമില്ല, അതിന്റെ വേറെ ഒന്നും അന്വേഷിക്കുന്നുമില്ല, ഇതൊന്നും ഇല്ലാതെ ഒരു വിധി പാസാക്കിയാലോ? അതാണ് മുൻവിധി. മനസ്സിലായോ? ആ മുൻവിധിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്കിപ്പം മനസ്സിലാവുന്നുണ്ടോ? ഒന്നും കൂടെ ശ്രദ്ധിക്കണം. മുൻവിധി എന്നാൽ എന്ത് എന്നുള്ളതിന്റെ ആൻസർ ആണ് ഇപ്പൊ ഇവിടെ പറയുന്നത്. നമ്മളിപ്പോ പറഞ്ഞില്ലേ ഫെയ്ത്ത്. ശ്രദ്ധിക്കുക. ഒരാള് കള്ളനാണോ നിരപരാധിയാണോ എന്ന് നമുക്ക് എങ്ങനെയാണ് നിശ്ചയിക്കുക എന്നാണ് ചോദ്യം. അതായത് അതിനെ ആസ്പദമാക്കിയുള്ള തെളിവുകളുടെയും പശ്ചാത്തലത്തിന്റെയും മറ്റും അടിസ്ഥാനത്തിലാണെന്ന് നമുക്കറിയാം അല്ലെ. ഇവയൊന്നും കണക്കിലെടുക്കാതെ തെളിവോ പശ്ചാത്തലമോ ഒന്നും നോക്കാതെ ഒരു വിധി അങ്ങ് പാസ്സാക്കിയാണ്. അതിനെയാണ് എന്ത് പറയുന്നേ? മുൻവിധി അല്ലെ. നമ്മളൊന്നും കൂടുതലൊന്നും അന്വേഷിക്കുന്നില്ല, നമ്മൾ അതിന് വിധി പറയുകയാണ് അല്ലെ. ഞാനൊരു കാര്യം കൂടുതലായി ഒന്നും അന്വേഷിക്കുന്നില്ല. ഇപ്പം എന്താ ഫെയ്ത്തിനെ കുറിച്ചോ പിന്നെ എന്താ ശ്രീദേവിനെ കുറിച്ചോ ഒന്നും അധികം ഒന്നും അന്വേഷിക്കാണ്ട് ഞാനൊരു വിധി പറയാണ്. എന്ത്? അവര് കുഴപ്പമില്ല, നന്നായി പഠിക്കുമായിരിക്കും, എനിക്ക് അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയില്ല അല്ലേ. അപ്പൊ നമ്മളൊരു മുൻവിധി നേരത്തെ അങ്ങ് പറയാണ്, ഇജാസ് നല്ല കുട്ടിയാണെന്ന് ഞാൻ വെറുതെ എപ്പോഴും അവൻ ചിരിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറയും. പക്ഷെ എനിക്ക് അറിയില്ലല്ലോ, അവനെ കുറിച്ച് കൂടുതൽ പഠിച്ചാലേ നമുക്ക് അറിയാൻ പറ്റൂ. ഇപ്പൊ അലൻ ജോസഫ് ഞാൻ വിചാരിച്ചു നല്ല കുട്ടിയാണെന്ന്. അവൻ ആദ്യം തന്നെ വന്നപാട് എന്താ ചെയ്തേ? ആദ്യം തന്നെ ചാറ്റ് ചെയ്യുക ചെയ്തേ അല്ലേ. അപ്പൊ നമ്മളൊന്നും മുൻവിധി ആദ്യം തന്നെ നമ്മളൊന്ന് നമ്മുടെ മനസ്സിനെ ഒന്ന് പഠിപ്പിച്ചു വെക്കുക, ആദ്യം തന്നെ ഒന്ന് തീരുമാനിച്ചു വെക്കുക അല്ലേ. അതാണ് മുൻവിധി. നാം എല്ലാം നിഷ്പക്ഷമതികളാണ്. നിഷ്പക്ഷമതികൾ പറഞ്ഞ എന്താ? ഇജാസ് സ്ട്രക്കായോ? നെറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ അവിടെ സ്ട്രക്കായി നിന്നോ? നാം എല്ലാം നിഷ്പക്ഷമതികളാണ്, യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് മാത്രമേ തീരുമാനമെടുക്കൂ എന്നെല്ലാം ഉറക്കെ പറയാറുണ്ട്. നമ്മൾ അങ്ങനെയൊക്കെ പറയും. എന്ത്? ഞാൻ ബുദ്ധിയും എന്റെ ശക്തിയും ഞാൻ എല്ലാം നോക്കി മാത്രമേ എല്ലാം ചെയ്യൂ എന്നൊക്കെ പറയും അല്ലേ. വീരവാദം മുഴക്കും. പക്ഷെ ഒരു കാര്യം വരുമ്പോ നമ്മൾ എന്താ ചിലപ്പോ അങ്ങനൊന്നും നോക്കൂല, മുൻവിധി അങ്ങ് തയ്യാറാക്കും അല്ലേ. അധികം ഒന്നും ചിന്തിക്കൂല. അതെങ്ങനെയാ വന്നേ? ഇപ്പം എന്താ ചെറിയ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ അതൊന്നും വേണ്ട, വീട്ടിലത്തെ കാര്യം തന്നെ നോക്കാം. നമുക്ക് സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും വഴക്ക് പറഞ്ഞു, അവൻ എന്നെ തച്ചു എന്ന് പറഞ്ഞ പാടും അമ്മയുടെ വക ആ പരാതി പറഞ്ഞവൻ മറ്റേ ചെയ്തു എന്ന് പറഞ്ഞവന് ഇടങ്ങിട്ട് 2 അടി കൊടുത്തു. കാര്യമൊന്നും അന്വേഷിക്കൂല അല്ലേ. അങ്ങനെ ചെയ്യാറുണ്ടോടാ? ഇല്ല, ശ്രീദേവിന്റെ കാര്യത്തിൽ അങ്ങനൊന്നും ചെയ്യാറില്ല. ശ്രീദേവി നല്ല കുട്ടിയായതുകൊണ്ട് എക്സ്ട്രാ ഡീസന്റ് ആയതുകൊണ്ട് അങ്ങനത്തെ അതൊന്നും വേണ്ടി വന്നില്ല അല്ലേ. നമ്മൾ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് മാത്രമേ തീരുമാനമെടുക്കൂ എന്നെല്ലാം ഉറക്കെ പറയാറുണ്ട്, ഉള്ളിൽ ധരിക്കാറുമുണ്ട്. ഒന്നാലോചിച്ചാൽ മനസ്സിലാകും നമ്മിൽ നിരവധി മുൻവിധികൾ ഇപ്പോഴും കുടികൊള്ളുന്നുണ്ടെന്ന്. മുൻവിധികളില്ലാതെ ഒരാൾക്കും വളർന്നു വരുവാൻ സാധ്യമല്ല. നമ്മൾ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അതൊന്നും ഇല്ലാതെ ആർക്കും തന്നെ ജീവിക്കാൻ പറ്റില്ല എന്ന്. നമ്മൾ എത്ര ഞാൻ അങ്ങനെ നോക്കാതെ ഒന്നും സംസാരിക്കൂല എന്ന് പറഞ്ഞാലും നമ്മളിൽ ഭൂരിപക്ഷം ആൾക്കാരും മുൻവിധിയോടുകൂടി ജീവിക്കുന്നവരാണ്.
എന്നാണ് പറഞ്ഞത്. അലൻ ഒന്ന് വായിച്ച ഒരു പാരഗ്രാഫ്. ഒരുവൻ കള്ളനാണോ നിരപരാധിയാണോ എന്ന് നിരവധിയോ? എങ്ങനെയാണ് നിശ്ചയിക്കുക? അതാരടാ? Sorry. നിരപരാധി. Sorry. നിരപരാധി എന്ന് എങ്ങനെയാണ് നിശ്ചയിക്കുക? എനിക്ക് കേൾക്കുന്നില്ല അലൻ. തെളിവുകളുടെയും നിരപരാധി. തെളിവുകളുടെയും അത് വായിച്ചു കഴിഞ്ഞു. എന്ന് എങ്ങനെയാണ് നിശ്ചയിക്കുക? ആ, തെളിവുകളുടെയും പശ്ചാത്തലം. പശ്ചാത്തലത്തിന്റെയും മറ്റു അടിസ്ഥാനമാണ് നിങ്ങൾക്കറിയാം. ഇവയൊന്നും കണക്കിലെടുക്കാതെ ഒരു വിധി പാസാക്കിയാലോ അതാണ് മുൻവിധി. നാം എല്ലാം നിഷ്പക്ഷമാണ്. യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് മാത്രമേ തീരുമാനങ്ങൾ എടുക്കൂ എന്നെല്ലാം ഉറക്കെ പറയാറുണ്ട്, ഉള്ളിൽ ധരിക്കാറുമുണ്ട്. ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാകും, നമ്മൾ നിരവധി മുൻവിധികൾ ഇപ്പോഴും കൂടിക്കൊള്ളുന്നുണ്ടെന്ന്. മുൻവിധികളില്ലാത്ത ഒരാൾക്കും വളർന്നു വരാൻ സാധ്യമല്ല. നമ്മുടെ മതി. ഷോൺ വായിച്ചേ. ബാക്കിയാണോ? അല്ല, ആ ഒരു പാരഗ്രാഫ്. അതിൽ കുറച്ച് കട്ടിയുള്ള വാക്കുകളൊക്കെ ഉണ്ടല്ലോ. ഒരുവൻ കള്ളനാണോ നിരപരാധിയാണോ എന്ന് എങ്ങനെയാണ് നിശ്ചയിക്കുക? തെളിവുകളുടെയും പശ്ചാത്തലത്തിന്റെയും മറ്റും അടിസ്ഥാനത്തിലാണെന്ന് നിങ്ങൾക്കറിയാം. ഇവയൊന്നും കണക്കിലെടുക്കാതെ ഒരു വിധി പാസാക്കിയാലോ അതാണ് മുൻവിധി. നാം എല്ലാം നിഷ്പക്ഷമതികളാണ്. യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് മാത്രമേ തീരുമാനമെടുക്കൂ എന്നെല്ലാം ഉറക്കെ പറയാറുണ്ട്, ഉള്ളിൽ ധരിക്കാറുമുണ്ട്. ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാകും, നമ്മിൽ നിരവധി മുൻവിധികൾ എപ്പോഴും കുടികൊള്ളുന്നുണ്ടെന്ന്. മുൻവിധികളില്ലാതെ ഒരാൾക്കും വളർന്നു വരാൻ സാധ്യമല്ല. ശ്രീദേവ് വായിച്ചേ. സമയകാറായി. പാഠം 11. മുൻവിധി ഒഴിവാക്കുക. ഒരുവൻ കള്ളനാണോ നിരപരാധിയാണോ എന്ന് എങ്ങനെയാണ് നിശ്ചയിക്കുക? തെളിവുകളുടെയും പശ്ചാത്തലത്തിന്റെയും മറ്റടിസ്ഥാനത്തിലാണെന്ന് നിങ്ങൾക്കറിയാം. ഹലോ, കേൾക്കുന്നില്ലേ? വായിച്ചോ. ഒരുവൻ കള്ളനാണോ നിരപരാധിയാണോ എന്ന് എങ്ങനെയാണ് നിശ്ചയിക്കുക? തെളിവുകളുടെയും പശ്ചാത്തലത്തിലും മറ്റു അടിസ്ഥാനത്തിലും ആണെന്ന് നിങ്ങൾക്കറിയാം. ഇവയൊന്നും കണക്കിലെടുക്കാതെ ഒരു വിധി പാസാക്കിയാലോ അതാണ് മുൻവിധി. നാം എല്ലാം നിഷ്പക്ഷമതികളാണ്. യുക്തിയും ബുദ്ധിയും അതിലുള്ള വിഷമുള്ള വാക്കെല്ലാം ഉപയോഗിച്ച് മാത്രമേ തീരുമാനമെടുക്കൂ എന്നെല്ലാം ഉറക്കെ പറയാറുണ്ട്, ഉള്ളിൽ ധരിക്കാറുണ്ട്. ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കും, നമ്മിൽ നിരവധി മുൻവിധികൾ ഇപ്പോഴും കൂടിക്കൊള്ളുന്നുണ്ടെന്ന്. മുൻവിധികളില്ലാതെ ഒരാൾക്കും വളർന്നു വരാൻ സാധ്യമല്ല. സാധ്യമല്ല അല്ലേ? ഓക്കെ, ടൈം ഇപ്പൊ തീരും. അപ്പൊ ഇതില് ഈ അഭ്യാസം ഒന്ന് ചെയ്യണേ. മുത്തച്ഛനിലെ അഭ്യാസം ചെയ്യണം. അതിന് മുന്നിലത്തെല്ലാം നിങ്ങൾ ചെയ്തല്ലേ? എനിക്ക് നോട്ട് കാണിച്ചു തന്നെയാണോ? ബഷീറിന്റെ നോട്ട് കംപ്ലീറ്റ് അല്ലേ എല്ലാവരും? ആടിന്റെ ക്രൂരകൃത്യങ്ങള്
അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ ആടിന്റെ ക്രൂരകൃത്യങ്ങൾ ഞാൻ നോക്കിയതാണെന്ന് തോന്നുന്നു അല്ലെ. മുത്തച്ഛൻ എല്ലാരും എഴുതിയിട്ട് എനിക്കൊന്ന് സെൻഡ് ചെയ്ത് തരണേ. നോട്ടൊന്ന് നോക്കിയിട്ടില്ല മിസ്. മിസ് നോക്കിയിട്ടില്ല അല്ലേ? അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്തു തരണം. നോട്ടെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആക്കണം. ഒന്നും പെൻഡിങ്ങിൽ വരുത്തല്ലേ. വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് കൂടുതൽ ബേർഡൻ ആവുക. അന്നേരം ചെയ്യുക. ചെറിയ ചെറിയ ഇതല്ലേ ഉള്ളൂ, വിഷമൊന്നുമില്ലല്ലോ. ഉണ്ടോ ഷോൺ? കുഴപ്പമില്ലല്ലോ. ഇല്ല ഇല്ല, എല്ലാം എഴുതി മിസ്സിന് സെൻഡ് ചെയ്ത് തരുക. പിന്നെ ഓരോരോ പാഠത്തിന്റെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ല. അപ്പോൾ ആ 2 പാഠത്തിന്റെ എക്സാമോ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഇടയ്ക്കൊന്ന് ചെയ്യാം. അല്ലെങ്കിൽ എന്താ ഓറലായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കലായാലും ചെയ്യാലോ. എഴുത്ത് പരീക്ഷ ഇല്ലെങ്കിലും കുഴപ്പമില്ല. പെട്ടെന്ന് തോന്നുമ്പോൾ ഞാനൊരു ഡിക്റ്റേഷനിൽ ഇടും, ഒരു 5 വേർഡ്സ് ഒക്കെ ഇടും സമയം കിട്ടുകയാണെങ്കിൽ. നമുക്ക് ഇന്ന് തന്നെ വൈകുന്നേരം ഒരു പീരീഡും കൂടി ഉണ്ട് മലയാളത്തിന്റെ അല്ലേ. അപ്പൊ ബാക്കി നമുക്ക് ഈ പീരീഡ് കഴിഞ്ഞ എന്താ മോനെ? ഈ പീരീഡ് കഴിഞ്ഞ പാടെ വേറെ ഒരു പീരീഡ് ഉണ്ട്. ഈ കഴിഞ്ഞ പാട് എന്നും ഉണ്ടോ? ആണോ? സാരമില്ല, സാരമില്ല കേട്ടോ, പഠിക്കണ്ടേ നമുക്ക്. ഓക്കെ ഓക്കെ, ബൈ. ബൈ. No.